പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ 6th ചാപ്റ്ററാണ്, കൈനറ്റിക് എനർജി. നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ എനർജീനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇക്വേഷൻസും ഡെഫിനിഷൻസൊക്കെ പഠിച്ചു. ദെൻ കൈനറ്റിക് എനർജി. ടെക്സ്റ്റ് ബുക്കിൽ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഹാവിൻ യു സീൻ ഹ്യൂജ് ട്രീസ് ഫാളിങ്, റൂഫ്സ് ഓഫ് ബിൽഡിംഗ് ബീങ് ബ്ലോൺ ഓഫ് ഡ്യൂറിങ് സൈക്ലോണിക് സ്റ്റോംസ് ആൻഡ് കൊളാപ്സിങ് ഓഫ് ബിൽഡിംഗ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ് അല്ലേ? അതായത് കൊടുങ്കാറ്റ് ഉണ്ടാകുന്ന സമയത്തും ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്തും വലിയ മരങ്ങൾ വീഴുന്നതും അതേപോലെ ബിൽഡിങ്ങിൻ്റെയൊക്കെ റൂഫ്സൊക്കെ വീഴുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ഈസ് ഇറ്റ് നോട്ട് ബിക്കോസ് ഓഫ് ദെയർ മോഷൻ ദാറ്റ് വിൻഡ് ആൻഡ് വാട്ടർ ആർ ഏബിൾ ടു ഡു വർക്ക് അല്ലേ? അതായത് വാട്ടറും വിൻഡും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നത് മോഷൻ മൂലമാണ്. കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അതായത് കൈനറ്റിക് എനർജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയാണെന്ത്? കൈനറ്റിക് എനർജി. ദെൻ നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൈനറ്റിക് എനർജി. എന്തൊക്കെയാണ് കൈനറ്റിക് എനർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. റോൾ ഡൗൺ എ സിലിണ്ടറിക്കൽ ടിൻ ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫേസ് സോ ദാറ്റ് ഇറ്റ് ഹിറ്റ്സ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ചെരിവ് തലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെരിവ് തലത്തിൻ്റെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ നിന്ന് ഒരു സിലിണ്ടറിക്കൽ ടിന്ന്, ഒരു പൗഡർ ടിന്നോ അതേപോലെയുള്ള ഒരു സിലിണ്ടറിക്കൽ ടിന്ന് എന്ത് ചെയ്യുക, താഴേക്ക് ഉരുട്ടി വിടുക. ദെൻ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉണ്ട് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇത് എത്ര ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. After filling the same tin with soil, repeat the activity with the rectangular block in the original place. അതായത് ഫസ്റ്റ് നമ്മളൊരു കാലിയായിട്ടുള്ള ടിൻ എടുത്തിട്ട്, ഒരു പൗഡർ ടിൻ എടുത്തിട്ട് കുറച്ച് മേലെ നിന്ന് ഹൈറ്റിൽ ഉരുട്ടി വിടുക. എന്നിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കുക. അപ്പോൾ നമ്മൾ മേലെ നിന്ന് ഉരുട്ടി വിടുന്ന സമയത്ത് അത് താഴെ എത്തുന്ന സമയത്ത് ഇതിനെന്ത് ചെയ്യും, ഇവിടെ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങും. ദെൻ അതേ ഒരു ബോട്ടിൽ നമ്മൾ വീണ്ടും മണലോ മണ്ണോ എന്തെങ്കിലും ഫില്ല് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ അത്രയും സെയിം ഹൈറ്റിൽ നിന്ന് താഴെ ഉരുട്ടി വിടുക. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, വിൽ ദ റെക്റ്റാങ്കുലർ ബ്ലോക്ക് മൂവ് ഫർദർ, വാട്ട് കുഡ് ബി ദ റീസൺ? അതായത് കാലിയായിട്ടുള്ള ടിന്ന് ഉരുട്ടി വിട്ടപ്പോഴും ഫില്ല് ചെയ്തിട്ടുള്ള ബോട്ടിൽ ഉരുട്ടി വിട്ട സമയത്തും ഒരേ ലെങ്ത്താണോ അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസ് ആണോ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് മൂവ് ചെയ്തത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഓൾറെഡി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. കാരണം വെയിറ്റുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ അതിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യം കാലിയായിട്ടുള്ള ടിന്ന് വെച്ചതിനേക്കാളും കുറച്ചും കൂടെ മുന്നോട്ട് എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യും. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നമുക്ക് യെസ് എന്ന് പറയാം. വാട്ട് കുഡ് ബി ദ റീസൺ? ദ മാസ് ഓഫ് ദ ടിൻ ഇൻക്രീസസ്. അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ മാസ് ദാറ്റ് റെക്റ്റാങ്കുലർ ബോക്സ് മൂവ്ഡ് ഫർദർ. അതായത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ബോക്സ് യൂസ് ചെയ്ത സമയത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ആ ബോട്ടിലിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്തത് കൊണ്ട് റെക്റ്റാങ്കുലർ ബോക്സ് ഓൾറെഡി നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റിനേക്കാളും കുറച്ചും കൂടെ മുന്നിലേക്ക് നീങ്ങിയിട്ടുണ്ട് ആ ബ്ലോക്ക്. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മാസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കൈനറ്റിക് എനർജി മാസ് കൂടുന്ന സമയത്ത് കൈനറ്റിക് എനർജിയും കൂടും. when kinetic energy increases with increase in mass. Is there any other factor that affect kinetic energy? അപ്പോൾ കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റേതെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ബൈ ഇൻക്രീസിങ് ദ സ്പീഡ് ഓഫ് ടിൻ. സെയിം ടിന്നാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ സ്പീഡ് വ്യത്യാസം വരുത്തി. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ റോളിംഗ് ഡൗൺ ദ സെയിം ടിൻ ഫിൽഡ് വിത്ത് സോയിൽ ഫ്രം എ ഗ്രേറ്റർ ഹൈറ്റ്. വാട്ട് ഡു യു ഒബ്സർവ്? അതായത് നേരത്തെ നമ്മൾ ചെയ്ത മണ്ണ് നിറച്ചിട്ടുള്ള ആ ഒരു ടിന്നാണ് യൂസ് ചെയ്തത്. അപ്പോൾ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്ന് ആ ടിന്ന് നല്ല സ്പീഡിൽ ഉരുട്ടി വിടാനാണ് പറയുന്നത്. ഹിയർ ദ റെക്റ്റാങ്കുലർ ബ്ലോക്ക് മൂവ്ഡ് എ ലോങ്ങർ ഡിസ്റ്റൻസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് ദ സോയിൽ ഫിൽഡ് ടിൻ. അതായത് നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്നാണല്ലോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി കൂടിയത് കൊണ്ട് റെക്റ്റാങ്കുലർ ബ്ലോക്ക് നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി. നൗ റൈറ്റ് ഡൗൺ 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ എക്സാമ്പിളിന് അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ ഫസ്റ്റ് വൺ ഈസ് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ദെൻ വെലോസിറ്റി. മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എം എന്നും വെലോസിറ്റി വി എന്നും ഇൻഡിക്കേറ്റ് ചെയ്യാം. ദെൻ ക്യാൻ കൈനറ്റിക് എനർജി ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടെത്താൻ ഓൾറെഡി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദെൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡെറിവേഷനായിട്ട് ചെയ്തിട്ടുള്ളത് വർക്ക് ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വർക്ക് കാണാനുള്ള ഇക്വേഷൻ എഫ് ഇൻറ്റു എസ് ആണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫ് ഈക്വൽ ടു എം എ. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എഫ് ഈക്വൽ ടു ഫോഴ്സ് ഈക്വൽ ടു എം എ ആണ്. ഹെൻസ് ഈ എഫ് ഈക്വൽ ടു എം എ എന്നുള്ളത് നേരത്തെ നമ്മൾ വർക്കിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് എന്നുള്ളതിന് പകരം എഫിന് പകരം എം എ കൊടുക്കുക, എം എ ഇൻറ്റു എസ് എന്ന് വരും. ഫ്രം ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ വി ഹാവ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s ആണ്. ഇഫ് ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു 0 അല്ലേ, അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ആ യു എന്ന് പറഞ്ഞ ടേം ഫുള്ള് 0 ആയിപ്പോവും. സോ വി സ്ക്വയർ ഈക്വൽ ടു 2s എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എസ് ഈക്വൽ ടു ഇൻറ്റു 2 ഈ സൈഡിൽ വരുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 2 ആയി മാറും. എസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2. സോ ഡബ്ല്യു ഈക്വൽ ടു വർക്ക് അല്ലെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എം എ എസ്. എം എ എസിന് പകരം നമ്മൾ ഓൾറെഡി എ എസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എം ഇൻറ്റു എ എസിന് പകരം എന്ത് കൊടുക്കാം, വി സ്ക്വയർ ബൈ 2 കൊടുക്കാം. സോ എം വി സ്ക്വയർ ബൈ 2 എന്നാവും. ആ ബൈ 2 ഔട്ടായി പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 1/2 എം വി സ്ക്വയർ ഓർ ഹാഫ് എം വി സ്ക്വയർ എന്നാണ് ഇത് വായിക്കുക. കൈനറ്റിക് എനർജി ഓഫ് ദ ഒബ്ജക്റ്റ് ഇ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഈ ഇക്വേഷനും കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ പഠിച്ച പോലെ തന്നെ കൈനറ്റിക് എനർജി ഇ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇഫ് എം ഈസ് ദ മാസ് ഇൻ കിലോഗ്രാം ആൻഡ് വി ഇസ് ദ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ഇ കെ റെപ്രസെൻറ്റ് ദ കൈനറ്റിക് എനർജി ഇൻ ജൂൾ. അതായത് ഇവിടെ എം എന്ന് പറഞ്ഞാൽ മാസാണ്, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റിയാണ്, സെൻ ഇ കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് കൈനറ്റിക് എനർജീൻ്റെ യൂണിറ്റ് എനർജിയാണ്, ജൂളിലാണ്. ദെൻ നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ള കാര്യം ഒരു ബോക്സാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. മെക്കാനിക്കൽ എനർജി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് എം ബി സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആണെങ്കിൽ എം ജി എച്ച് ആണ്. ദെൻ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ മൂലം പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടെത്താം. ദെൻ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 6.4. ഇതിൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മാസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് വി മീറ്റർ പെർ സെക്കൻഡിൽ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ തേർഡ് ബോക്സ് കൈനറ്റിക് എനർജിയാണ്. ഇ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. മാസ് ഓഫ് ഒബ്ജക്റ്റ് 10 കിലോഗ്രാം ആണ്, വെലോസിറ്റി 2 ആണ്. ദെൻ കൈനറ്റിക് എനർജി കാണാൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ് വരുന്നത്. ദെൻ 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 10 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഇത് സിമ്പിളാണ്. തന്നിട്ടുള്ള വാല്യൂ ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ശ്രദ്ധിക്കേണ്ടത് വി അല്ല, വിൻ്റെ സ്ക്വയർ കാണണം. ദെൻ മാസ് 5 കിലോഗ്രാം വരുന്ന സമയത്ത് വെലോസിറ്റി 2 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 5 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ആണ്. ബൈ 2 വരുന്ന സമയത്ത് 10 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ദെൻ തേർഡ് 10 കിലോഗ്രാം ആണ് മാസ്, വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. അപ്പോൾ വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആയിരിക്കും. 10 ഇൻറ്റു 16 ഈക്വൽ ടു 160 ആയിരിക്കും ആൻസർ. 160 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 80 ആണ് ആൻസർ വരിക. ദെൻ ഫോർത്ത് 10 കിലോഗ്രാം ആണ് മാസ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 10 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 വരുന്ന സമയത്ത് 5 ആയിരിക്കും ആൻസർ വരിക. Then based on the table write down the changes in kinetic energy in the following cases. ഈ ടേബിൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ പറയാൻ പറഞ്ഞിട്ടുള്ളത്. when the mass is doubled, മാസ് ഡബിൾ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മാസ് 5 എന്നുള്ളത് 10 ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം കൈനറ്റിക് എനർജി 5 കിലോഗ്രാം ആകുന്ന സമയത്ത് 10 ആണ് കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ എങ്കിൽ മാസ് ഡബിൾ ആകുമ്പോൾ 10 കിലോഗ്രാം ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ 20 ആയിട്ടാണ് മാറുന്നത്, ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. വെൻ ദ വെലോസിറ്റി ഈസ് ട്രിപ്പിൾഡ്, വെലോസിറ്റി ട്രിപ്പിൾ ആവുന്ന സമയത്ത് അപ്പോൾ കൈനറ്റിക് എനർജി എന്താവും? 9 ടൈംസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ വെൻ ദ വെലോസിറ്റി ഈസ് ഹാവ്ഡ്, വെലോസിറ്റി പകുതിയായി മാറുന്ന സമയത്ത്, വെലോസിറ്റി പകുതിയായി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സെക്ഷൻ നോക്കിയാൽ മതി. 2 എന്ന് പറഞ്ഞുള്ള വെലോസിറ്റി എന്തായിട്ട് മാറുന്നുണ്ട്? 1 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആൻസർ കൈനറ്റിക് എനർജി 2 ആവുന്ന സമയത്ത് 20 ജൂൾ ആണെങ്കിൽ 1 ആവുന്ന സമയത്ത് 5 ജൂളാണ്. അതായത് ഡിക്രീസ്ഡ് ബൈ 1/4, 1/4 ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. ഇതിനിവിടെ ഒരു 2-3 പ്രോബ്ലമാണ് നമുക്ക് ഇനി ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എ മോട്ടോർ cyclist is traveling in a straight line at a speed of 10 meter per second. The combined mass of the motorcycle and the passenger is 300 kilogram. Then kinetic energy കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. What is the kinetic energy of the motorcycle and the passenger? മോട്ടോർ സൈക്കിളിൻ്റെയും പാസഞ്ചറുടെയും കൈനറ്റിക് എനർജി കാണാൻ. നമുക്കറിയാം കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ കൈനറ്റിക് എനർജി കെ ഇ ഈക്വൽ ടു ഓർ ഇ കെ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ദെൻ ഹാഫ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 300 ആണ്, ഇൻറ്റു
വി എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ വി സ്ക്വയർ കാണണം 10 സ്ക്വയർ. സോ 1/2 × 300 × 100 എന്ന് വരും. ദെൻ നമ്മൾ അതിൻ്റെ ആൻസർ 30,000 ആണ് വരിക. അതിന് നമ്മൾ ബൈ 2 ചെയ്യുന്ന സമയത്ത് 1/2 കൊണ്ട് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 15,000 ജൂളാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ദെൻ അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഈസ് ഡബിൾഡ്? നമ്മൾ വെലോസിറ്റി ഡബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? സോ അതിൻ്റെ ആൻസർ അപ്പോൾ ചെയ്യുക. EK = 1/2 mv² ആണ്. 1/2 × 300 × 20 സ്ക്വയർ ചെയ്യണം. 20 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസറായിട്ട് കിട്ടുക 60,000 ജൂളാണ്. ഇൻക്രീസ്ഡ് ബൈ 4 times. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ അത്ലറ്റ് ത്രോസ് എ ഷോട്ട് ഓഫ് മാസ് 6 kg വിത്ത് എ സ്പീഡ് ഓഫ് 12 m/s. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഷോട്ട്? അവിടെ കൈനറ്റിക് എനർജി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/2 × 6 × 12 സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരിക 432 ജൂളായിരിക്കും. അവിടെ 12ൻ്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 144 ആൻസർ വരും. സോ ലാസ്റ്റ് ആൻസർ 432 ജൂൾ. Then next question, a ball of mass 0.5 kg is at a certain height above the ground. അതായത് ഒരു മാസിൻ്റെ വെയിറ്റ് തന്നത് 0.5 kg ആണ്. അത് ഒരു പ്രത്യേക ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോൾ ഈസ് 98 ജൂൾ. അതായത് 0.5 kg മാസുള്ള ഒരു ബോൾ ഒരു പ്രത്യേക ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. ബോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 98 ജൂളാണ്. ഹൗ ഹൈ വിൽ ബി ദ ബോൾ ബി? എത്ര ഹൈറ്റിലാണ് ഈ ബോൾ എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, ഹൈറ്റാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ M = 0.5 kg വരും. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ നമ്മൾ ഹൈറ്റ് തന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ mgh ആണ്. EP = ദെൻ mgh = 98 ജൂൾ എന്ന് എഴുതാം. സോ നമ്മൾ ഈ തന്നിട്ടുള്ള വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.5 × 9.8 × h = 98 ജൂൾ എന്ന് വരും. സോ നമുക്കിവിടെ കാണേണ്ടത് h ആണ്. h = 98 ഡിവൈഡഡ് ബൈ 0.5 × 9.8. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മീറ്റർ ആയിരിക്കും. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു ഫാൾ ഫ്രീലി? അതായത് ഈ കൈനറ്റിക് എനർജിയാണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഹിറ്റിംഗ് ദ ഗ്രൗണ്ടിൽ ജസ്റ്റ് ഇടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള കൈനറ്റിക് എനർജി ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു ഫാൾ ഫ്രീലി. അതായത് ഈ നമുക്കറിയാം ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 98 ജൂളാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. ആ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യാണ്. ആസ് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോൾ ചേഞ്ച്ഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 98 ജൂൾ ആയതുകൊണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ എനർജി തന്നെ ആയിരിക്കും ഇതിൻ്റെ കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി = ഓൾസോ 98 ജൂൾ ആയിരിക്കും ആൻസർ. ദെൻ നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ട്രാൻസ്ഫോർമേഷനാണ്. വി ക്യാൻ ലൈറ്റ് എ ബൾബ് യൂസിങ് ഇലക്ട്രിസിറ്റി. അല്ലേ, നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ബൾബ് കത്തിക്കാൻ പറ്റും. ഡോണ്ട് വി പമ്പ് വാട്ടർ യൂസിങ് എ മോട്ടോർ പമ്പ്? ഒരു മോട്ടോർ പമ്പ് ഉപയോഗിച്ച് നമുക്ക് വാട്ടർ പമ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ചോദ്യം. വി സീ ദാറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഡോണ്ട് വി യൂസ് എ വെറൈറ്റി ഓഫ് മെഷീൻസ് ടു മേക്ക് ഇറ്റ് ഈസിയർ? അല്ലേ, അതായത് നമുക്കറിയാം ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു ടൈപ്പ് എനർജിനെ മറ്റൊരു ടൈപ്പിലേക്ക് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വെറൈറ്റി മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് സം മെഷീൻ ആൻഡ് എനർജി കൺവേർഷൻസ് ഇൻ ദം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻ ഇലക്ട്രിക് മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. നമുക്കറിയാം ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഇട്ടിട്ടാണ് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് എനർജിയാണ്. ആ ഇലക്ട്രിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ പെട്രോൾ കാർ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു കൈനറ്റിക് എനർജി. ഈ പെട്രോൾ കാറിൽ ബാറ്ററിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയാണ്. അത് ആ പെട്രോൾ കാർ മൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ള സിമ്പിൾ എക്സാമ്പിൾ തന്നെ, വെൻ ബൾബ് ഗ്ലോയിങ്, ബൾബ് കത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അല്ലെ, നിങ്ങൾക്കറിയാം ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് എനർജിയാണ്. ദെൻ you are familiar with various type of toys. Have you noticed how energy conversion is utilized in each of this? അല്ലേ, പല ടൈപ്പ് ടോയ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഏതൊക്കെ എനർജി എങ്ങനെയൊക്കെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബലൂൺ ടോയ് കാറാണ്.
ലെറ്റ്സ് മേക്ക് എ ബലൂൺ ടോയ് കാർ ആ ഷോൺ ഇൻ ഫിഗർ. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറിലുള്ള പോലെ ഒരു ബലൂൺ ടോയ് കാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തില്ല ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ബോട്ടിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ബോട്ടിലിന് ടയർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രോ ഉപയോഗിച്ച് ഒരു ബലൂൺ അവിടെ എന്ത് ചെയ്യുക, കെട്ടി വെച്ചിട്ടുള്ള ഒരു ഫിഗറാണ് ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഹൗ ഡസ് ദ ബലൂൺ ഗെറ്റ് ദ റിക്വയർഡ് എനർജി ഓർ ഫോഴ്സ് ടു മൂവ് ദ ടോയ് കാർ? ഈ ബലൂണിന് എങ്ങനെയാണ് ഈ ടോയ് കാറിനെ മൂവ് ചെയ്യിക്കാനുള്ള എനർജി കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഫ്രം ദി എയർ ഫ്ലോ ഫ്രം ദ ബലൂൺ. ബലൂൺ ഇപ്പോൾ എയർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണുള്ളത്. ആ ബലൂണിന് എയർ പുറമേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, റോക്കറ്റിൻ്റെ ഒക്കെ. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എയർ പുറമേക്ക് പോകുമ്പം അതൊരു ആക്ഷനാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിയാക്ഷനായിട്ട് നടക്കുന്ന എന്താണ്, ആ ബോട്ടിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിന് ആൻസർ വരും ഫ്രം ദ എയർ ഫ്ലോ ഫ്രം ബലൂൺ. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു ദ റബ്ബർ ഓഫ് ദ ബലൂൺ വെൻ ഇറ്റ് ഈസ് ഇൻഫ്ലേറ്റഡ് അല്ലേ. അതായത് നമ്മൾ അതിന് ഒരു ബലൂണിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ എയർ നിറയ്ക്കുന്നതിന് മുമ്പുള്ള ഷേപ്പും ആ എയർ ഫില്ല് ചെയ്തതിന് ശേഷമുള്ള ഷേപ്പും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അതിൽ എന്തെല്ലാം വ്യത്യാസം വരും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഷേപ്പ് മാറുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് എന്ത്, കോൺഫിഗറേഷൻ അല്ലേ. ബലൂൺ എക്സ്പാൻഡ് ചെയ്യും, നമ്മൾ ഇൻഫ്ലേറ്റഡ് ബലൂൺ വീർപ്പിക്കുന്ന സമയത്ത് ബലൂൺ എക്സ്പാൻഡ് ചെയ്യും. കോൺഫിഗറേഷൻ ഓഫ് ബലൂൺ ചേഞ്ചസ്, ആ ബലൂണിൻ്റെ കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ ഇൻഫ്ലേറ്റഡ് ബലൂൺ? ഈ ബലൂൺ നമ്മൾ എയർ നിറച്ചതിന് ശേഷം ബലൂണിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നു അല്ലെങ്കിൽ കോൺഫിഗറേഷനിൽ വ്യത്യാസം വന്നതുകൊണ്ട് അതിലൊരു പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൊസിഷൻ മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉള്ള എനർജിയാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഇൻ എനർജി ഒക്കേഴ്സ് വെൻ ദ കാർ മൂവ്? ഈ കാർ ഈ കാർ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏത് എനർജി ആയിരിക്കും ഉണ്ടാവുക? കാരണം ആ ഒരു പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും, മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജിക്ക് പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൈനറ്റിക് എനർജി ആയിരിക്കും. ഹിയർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബലൂൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഓഫ് ദ ടോയ് കാർ അല്ലേ. ഈ ബലൂണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറിയിട്ടുണ്ട്, ടോയ് കാറിൽ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കാർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, മേക്ക് എ കാർ ലൈക്ക് ദിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.